മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ ചെലവിലെ കണക്കിൽ വിശദീകരണവുമായി സർക്കാർ. ചെലവഴിച്ച തുകയുടെ കണക്കല്ല പുറത്തുവന്നതെന്നും മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തിലെ വിവരങ്ങളാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ദുരന്തബാധിതർക്ക് അർഹമായ സഹായം നിഷേധിക്കാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായി എന്നതടക്കമുള്ള വിവരങ്ങളാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലുള്ളത്. ഹൈക്കോടതി സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിൽ സംസ്ഥാന സർക്കാർ നൽകിയ മെമ്മോറാണ്ടമാണ് വിവാദമായിരിക്കുന്നത്. കഴിഞ്ഞ 17-ാം തീയതി തയ്യാറാക്കിയ റിപ്പോർട്ട് 23-ാം തീയതിയാണ് കോടതിയിൽ സമർപ്പിച്ചത്. 359 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ 2,76,00,000 രൂപ, വളണ്ടിയേഴ്സിന് യൂസേഴ്സ് കിറ്റ് വാങ്ങിയതിന് 2,98,00,000 രൂപ, ദുരിതാശ്വാസ ക്യാമ്പിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതിന് 7 കോടി രൂപ, JCB, ഹിറ്റാച്ചി, ക്രെയിൻ വാടക ഇനത്തിൽ 15 കോടി രൂപ, വളണ്ടിയർമാരുടെ ട്രാൻസ്പോർട്ടേഷൻ 4 കോടി രൂപ, വളണ്ടിയർമാർക്ക് ഭക്ഷണം നൽകിയതിന് 10 കോടി, വളണ്ടിയർമാർക്കും സേനയ്ക്കുമുള്ള താമസത്തിന് 15 കോടി രൂപ. ഇങ്ങനെ പോകുന്നു അതിശയിപ്പിക്കുന്ന കണക്ക്. എന്നാൽ കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കണക്കുകൾ തയ്യാറാക്കിയതെന്നും കോടതിയിൽ സമർപ്പിച്ചത് ചെലവായ തുകയല്ല അനുമാന കണക്ക് മാത്രമാണെന്നുമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിശദീകരണം. പ്രചരിക്കുന്നത് നുണകളാണെന്നും കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് സമർപ്പിച്ച അനുമാന കണക്കാണ് പുറത്തുവരുന്നതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ദുരന്തങ്ങളെ അഴിമതിക്ക് അവസരമാക്കിയെന്ന് BJP നേതൃത്വം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായി എന്നാണ് സർക്കാർ പറയുന്നത്. കോടിക്കണക്കിന് രൂപയാണ് വോളണ്ടിയർമാരുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനും വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്നത്. മനുഷ്യത്വരഹിതമായ സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. ദുരന്തത്തെ കൊള്ളയടിക്കുന്ന സർക്കാരാണ്. അല്പമെങ്കിലും ആത്മാർത്ഥതയും അല്പമെങ്കിലും ലജ്ജയും ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ചു പോകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കോടതിയിൽ സർക്കാർ അവതരിപ്പിച്ച കണക്കുകൾ ഞെട്ടിക്കുന്നതാണെന്നും സർക്കാരിനെ കൊണ്ട് കണക്കു പറയിപ്പിക്കുമെന്നും ലീഗ് നേതൃത്വവും പ്രതികരിച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്.